ഹലോ. അപ്പോൾ ഇത് ഒരു 6 മണി തൊട്ട് ഒരു 10:30, 11 മണി വരെയുള്ള ഒരു വ്ളോഗാണ് രാത്രി. അപ്പോൾ ഇന്ന് നമ്മളെന്താണ്, ഞാനും മക്കളും മാത്രമുള്ളൊരു ദിവസമാണ്. ഏട്ടൻ ഇന്നിവിടെ ഇല്ല. ഇടയ്ക്കൊക്കെ ഒന്ന് തനിച്ചാവുന്നത് നല്ലതാണല്ലേ. അപ്പോൾ എന്താണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോറ് മതിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചോറും പിന്നെ ഇത് കണവയുണ്ടല്ലോ, കണവ എൻ്റെ പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്കത് വെക്കാൻ വേണ്ടി തണുപ്പ് മാറാൻ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണേ. അതൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ആ തണുപ്പൊക്കെ മാറി കട്ട് ചെയ്ത് ഉള്ളിയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സലാഡും പിന്നെ കണവ തോരനും പൈനാപ്പിൾ പുളിശ്ശേരിയാണ് വയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഇത് മതി. ഇന്ന് ഇത്രയാണ് നമ്മുടെ ഡിന്നർ എന്ന് പറഞ്ഞാൽ. ഇതിൽ എല്ലാം കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. കണവ ഇവിടെ നമുക്ക് അല്ലെങ്കിലും കണവ ഏട്ടൻ കഴിക്കില്ല കേട്ടോ. ഏട്ടന് കണവ ഇഷ്ടമല്ല. എനിക്കും കുട്ടികൾക്ക് മാത്രമാണ് കണവ ഇഷ്ടം. അപ്പോൾ ഞാനിത് കണവ തോരനാണ് വെക്കുന്നത്. എപ്പോഴും റോസ്റ്റാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് കുറച്ച് ഡിഫറെൻ്റായിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തോരൻ വെച്ചാൽ അത്ര പെർഫെക്റ്റ് ആവാറില്ല. അമ്മ വെക്കുന്ന ഒരു രുചി എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ കണവ തോരൻ വെക്കാത്തത്. പക്ഷേ ഇന്ന് എന്തോ കറക്റ്റായിട്ട് ആ മണവും രുചിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയോ സക്സസ്സായി. അപ്പോൾ നമ്മൾ പുളിശ്ശേരിക്കുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഇടയ്ക്കിതാ നല്ല ജീരക വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ടേ കുടിക്കാനായിട്ട്. അപ്പോൾ അത് എന്തായാലും ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ തണുത്തോളും. പിന്നെ കുറച്ച് സലാഡ്, കുറച്ച് പൈനാപ്പിളും ക്യാരറ്റും കുക്കുംബറും സവാളയൊക്കെ ഇട്ട് വെച്ച ഒരു കുറച്ച് സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ അടുക്കള പണിയൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ കുട്ടികളുമായിട്ടുള്ള സമയമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകിച്ച് കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇനി ഡെയിലി ലോങ് വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ പൈനാപ്പിൾ കറി ഇവിടെ കടുക് തളിക്കുന്നതോടെ നമ്മുടെ കറിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അല്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഓടിപ്പോയിന്ന് കുളിച്ചിട്ട് വരാം. സാധാരണ വൈകുന്നേരം കുളിക്കാറില്ല കേട്ടോ. ഒരു 10, 11, 12 മണിക്കുള്ളിൽ ഞാൻ കുളിച്ചിരിക്കും. കാരണം തുമ്മലുള്ളതുകൊണ്ട് അതിന് ശേഷം കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് കുളിക്കും. പക്ഷേ ഇന്ന് എന്തോ ചേട്ടൻ വീട്ടിലില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ടോ എന്തോ എനിക്ക് വല്ലാണ്ട് മടി പിടിച്ചിട്ട് ഞാനവിടെ കയറി ഇരിക്കുകയായിരുന്നു ഫോണും ഞോണ്ടിക്കൊണ്ട്. അപ്പോൾ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കറിയും നമ്മുടെ ദേവാങ്കോട്ടിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾക്ക് പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴെ കിച്ചണിൽ നിന്ന് എടുത്തിട്ട് വാന്ന് പറഞ്ഞപ്പോൾ അവൾ അവിടെ ഇരുന്ന് കംപ്ലീറ്റ് എടുത്തുകൊണ്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പറക്കി മാറ്റി അവിടെ ഒരു മുറിയിൽ ടേബിളുണ്ട്, അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ തൂത്ത് വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്താണ് ഇവരുടെ നാളെ ഇനി സൺഡേ ആണ്. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ ഈസി ആയിരിക്കുമല്ലോ. കാരണം രാവിലെ 9 മണിയാകുമ്പോൾ പള്ളിയിൽ പോകണം. അപ്പോൾ അതും രാവിലെ എണീക്കുമ്പോൾ ഫ്രഷായിട്ട് കിടന്നാൽ അത്രയും നമുക്കും ഒരു സന്തോഷം കിട്ടുമല്ലോ. അപ്പോൾ എല്ലാ ഡോറും ഒക്കെ അടച്ച് ഇനി പോവാം. മോള് ടി വിയിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്ത് കിടക്കാൻ പോവാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അത് മുന്നേ കുഞ്ഞിന് തലമുടി കോതി കെട്ടിക്കൊടുക്കും കേട്ടോ. ഇപ്പോൾ അല്ല, ഈ ശനിയാഴ്ച ദിവസമല്ല, തിങ്കൾ മുതൽ വെള്ളി വരെ 2 സൈഡ് പിന്നിയിട്ടിട്ടാണ് കിടത്തി ഉറക്കാറ് കേട്ടോ. അതാകുമ്പോൾ രാവിലെ എന്തായാലും അവളെ കുളിപ്പിക്കില്ല ഞാൻ സ്കൂളിൽ വിടുമ്പോൾ. സ്കൂളിൽ പോയി വന്നതിന് ശേഷമാണ് കുളിപ്പിക്കാറുള്ളത്. രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ അവൾക്കത് സെറ്റാവാത്തത് കൊണ്ടാണേ. അപ്പോൾ രാത്രി പിന്നിയിട്ട് കിടക്കുമ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് അവളുടെ തലമുടി കെട്ടാനായിട്ട്, സ്കൂളിൽ 2 കൊമ്പല്ലേ കെട്ടണം. അപ്പോൾ അത് കെട്ടാനായിട്ട് എനിക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി 2 സൈഡ് ഞാൻ പിന്നി കൊടുക്കാറുണ്ടേ. അപ്പോൾ ഇന്ന് ഈ മുറി കുറച്ചൊന്ന് അടുക്കി പറക്കി വെച്ച്, സാധാരണ കഴുകിയ തുണികളാണ് ഈ ബെഡിൽ കൊണ്ട് ഞാൻ ഇടാറുള്ളത്. അത് ഈ ഒരു കട്ടിൽ നിറയുന്ന വിധം തുണി കാണും എപ്പോഴും. എന്നിട്ട് എനിക്ക് ഒരു മൂടുള്ളപ്പോൾ ഞാനത് മടക്കി വെക്കും. എന്നാലും ബാക്ക് ടു റൊട്ടീനിൽ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നതൊക്കെ സാധ്യമാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആളിതാ പപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ആ സമയവും ക്ഷമയും ഒക്കെ കഴിഞ്ഞ് ആളാക്കെ ക്ഷമമായിട്ട് നിൽക്കുകയാണ്. എന്നോട് പരാതിയൊക്കെ പറയാണ്, എന്താണ് ഇത്ര ലേറ്റ് ആവുന്നത്, രാവിലെ അവൾ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുന്നേ പോയതല്ലേ, നേരത്തെ വന്നൂടെ എന്നൊക്കെ
ഒക്കെ ചോദിക്കുകയാണ്, വരുമ്പോൾ മമ്മി വഴക്ക് പറയണം കേട്ടോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് വന്ന് നിന്ന് പറയുന്നത്. ചെറിയ ആളും എന്തൊക്കെയോ കുരുത്തക്കേട് അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. തലമുടി പിന്നി മടക്കി വയ്ക്കുന്ന ആൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നേ പിണക്കം തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആളുടെ മൂഡ് അത്ര ശരിയല്ല. എന്തായാലും ഉറങ്ങാൻ പറഞ്ഞപ്പോൾ ഇല്ല പപ്പ വന്നിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ, എന്തിനാണ് നേരത്തെ ഉറങ്ങണത്, പപ്പ വരട്ടെ എന്ന് പറഞ്ഞു. ഇല്ല പപ്പ വരുമ്പോൾ ലേറ്റ് ആവും, മോൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. സമ്മതിക്കില്ല ഗൈസ്. അവർ ഒരു ഭയങ്കര പപ്പ ഫാനാണ് രണ്ടുപേരും. എന്നാലും ചെറുതിന് അത്ര അറിവില്ലാത്തത് കൊണ്ട് അതിന് പിന്നെ വിശക്കുമ്പോൾ പാൽ പിടിച്ചത് അങ്ങ് ഉറങ്ങിക്കോളുമല്ലോ. എന്നാലും കുറേ നേരം അവനും ഏകദേശം ഒരു 10-11 മണി വരെയൊക്കെ രണ്ടുപേരും വെയിറ്റ് ചെയ്തു കേട്ടോ. അവന് കണ്ണാടി നോക്കി എന്നോട് പറഞ്ഞിട്ട് യാതൊരു രക്ഷയും ഇല്ല എന്ന് കൊച്ചിന് മനസ്സിലായി. പിന്നെ കൊച്ചിൻ്റെ പരിപാടി കണ്ണാടി നോക്കി കരയുകയാണ്. കണ്ണാടി നോക്കി കരയാണോ അപ്പോഴാണ് അവൾ വീഡിയോ എടുക്കുന്നത് കണ്ട കേട്ടോ. അങ്ങനെ ആൾ മാറിക്കളഞ്ഞിട്ടുണ്ട്. ഇനി മോന് കാൽസ്യത്തിൻ്റെ സിറപ്പ് കൊടുക്കണം കേട്ടോ. ഞാനിനി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് നമ്മൾ കാൽസ്യം വൈറ്റമിൻ ഡിയുടെ മരുന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കാനായിട്ട് കിടത്തിയിട്ടുണ്ട്. അവിടെയും പരാതിയും പിണക്കും ഒക്കെയാണ്. അതൊക്കെ ഒന്ന് സോൾവ് ആക്കി ആടെ മൂടൊക്കെ മാറ്റിയിട്ട് മോൾ ഉറങ്ങിക്കോ, ഉറപ്പായിട്ടും പപ്പ വരുമ്പം വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ഉറങ്ങുന്നത്. അപ്പം മൂടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഹാപ്പി ആയിട്ട് അവൻ നോക്കുകയാണ്, കരയുന്നു ചിരിക്കുന്നു, ഈ ചേച്ചി എന്താണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ചെറുക്കൻ നോക്കണത്. അവന് ടാറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ നിങ്ങൾക്ക് ഹായ് ആണ് തന്നത് കേട്ടോ. അവൻ ടാറ്റ പറയാറില്ല, ഹായ് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവന് ഒരു സ്നേഹക്കൂടുതൽ വന്നിട്ട് എൻ്റെ അടുത്തോട്ട് ഓടി വരുന്നതാണ്. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ ഡെയിലി വരും കേട്ടോ. ഇടയ്ക്കൊന്ന് മടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കുന്നതിനേക്കാളും പ്രയാസമാണ് ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഫോണ് ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ തലവേദനയുണ്ട് ഈയിടെയായിട്ട്. എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ചിൽഡ്രൻസ് ടേക്ക് കെയർ ആൻഡ് ബൈ. അപ്പോൾ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണണേ.